நம்ம கூட ஒரு பியூட்டி, ஆனா அவங்க பியூட்டியை பார்த்தோன்னே எனக்கு ஒரு பாட்டு, ஐயோ என் உசருக்குள்ள தீய வச்சா ஐயோ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ആൻഡ് ഐഫ ഉത്സവം വന്ന് ഫസ്റ്റ് ടൈം ആയിട്ട് അബുദാബിയിൽ നടക്കാണ്. സോ ഹൗ ആർ യു ഫീൽ? ഐഫ ഉത്സവം എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഐ തിങ്ക് ഇതിന്റെ 2ാം പ്രാവശ്യമാണ് ഞാൻ ഐഫ ഉത്സവത്തിലേക്ക് വരുന്നത്. ഐ മീൻ ആദ്യത്തെ ഐഫ ഉത്സവം ഹൈദരാബാദിൽ നടക്കുമ്പോൾ ഞാൻ പെർഫോം ചെയ്തു, ഞാൻ അറ്റൻഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ടുള്ള ഇപ്പോഴാണ് ഞാൻ ഐഫ ഉത്സവം അറ്റൻഡ് ചെയ്യുന്നത്. സോ ഐ എം ലുക്കിംഗ് ഫോർവേഡ് ഫോർ എ ഫാന്റാസ്റ്റിക് ഈവനിംഗ്. മാം വന്ന് ഷാറുഖ് ഖാൻ മുതൽ കുറേ പേരുടെ കൂടെ വന്ന് അഭിനയിച്ചു. ഇപ്പോ ഇനി ആരുടെങ്കിലും കൂടെ അഭിനയിക്കണം എന്ന് ആഗ്രഹമുണ്ടോ? ആരുടെ കൂടെ? കുറേ പേരുണ്ട്. പറ്റുമെങ്കിൽ സൽമാൻ ഖാന്റെ കൂടെ വർക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട്, ആമിർ ഖാന്റെ കൂടെ വർക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട്. സൗത്തിലെ തന്നെ കുറേ പേരുണ്ടല്ലോ, ചിരഞ്ജീവി സാറുണ്ട്, ബാലകൃഷ്ണ സാർ കൂടെ ഞാൻ ഓൾറെഡി അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ യെസ്, ചിരഞ്ജീവി സാറായിട്ട് ഞാൻ അഭിനയിച്ചിട്ടില്ല. ഈസ് ഓൺലി വൺ ലെഫ്റ്റ്. പിന്നെ നമ്മുടെ തമിഴില് ഓബ്വിയസ്ലി രജനി സർ, വിജയ് സർ, അജിത് സർ, എല്ലാവരുടെ കൂടെ അഭിനയിക്കാൻ ആഗ്രഹമുണ്ട്. അതെ, എല്ലാവരുടെ കൂടെ അഭിനയിച്ച അടുത്ത ഐഫയിലെ അവാർഡും വാങ്ങിക്കാൻ പ്രേ ചെയ്യുന്നു. ആൻഡ് ഭയങ്കര ഭംഗിയായിട്ടുണ്ട് ഈ സാരി. സോ നിങ്ങളുടെ ഈ ഓൾ ഗ്രിപ്പ് ഫിറ്റ് ആരാ തന്നെ? എന്റെ സ്റ്റൈലിസ്റ്റ് ആണ് തന്നത്. വെരി ബ്യൂട്ടിഫുൾ ആൻഡ് താങ്ക് യു സോ മച്ച് മാം. ഓൾ ദി ബെസ്റ്റ് ഫോർ ടുനൈറ്റ്. താങ്ക് യു സോ മച്ച്. ബൈ. എന്റെ കൂടെയുള്ളത് നമ്മുടെ സ്വന്തം വിജയ് യേശുദാസ്. നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട്. അബുദാബിയിൽ വെച്ചിട്ട് ഐഫ ആദ്യമായിട്ട് നടക്കുകയാണ്. എന്താണ് ഇപ്പോഴത്തെ ഒരു ഫീൽ എന്ന് പറയുന്നത്? സൗത്ത് ഇന്ത്യ ഉത്സവം അല്ലേ? ഐ തിങ്ക് ഫസ്റ്റ് ടൈം ഐ എം അറ്റൻഡിങ് ഐഫ ആസ് വെൽ. സോ അതുകൊണ്ട് വളരെ സന്തോഷമുണ്ട്. മലയാളത്തിലും നോമിനേഷൻ ഉണ്ട്, തമിഴിലും ഒരു നോമിനേഷൻ ഉണ്ട്. അപ്പോൾ അത് തന്നെ ഒരു സന്തോഷം, ഒരു കാര്യം. എല്ലാവരെയും കോളീഗ്സിനൊക്കെ കാണാനൊരു കാരണമാണ്. ഈ 2 ഭാഷയിലും നോമിനേഷൻ വരുമ്പോഴത്തേക്ക് കുറച്ച് ടെൻഷൻ ആണോ അല്ലെങ്കിൽ കുറച്ചൊരു ഈസി ആയിട്ടാണോ വരുന്നത്? ഇല്ല, അവാർഡിന്റെ കാര്യത്തിൽ എനിക്ക് ഒരിക്കലും ടെൻഷൻ ഇല്ല. കിട്ടി അല്ലെങ്കിൽ കിട്ടിയില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഐഫ ഉത്സവത്തിന്റെ ഒരു സ്പോൺസർ എന്ന് പറയുന്നത് സിഗ്നേച്ചർ ആണ്. ആൻഡ് എനിക്കൊരു കാര്യം അറിയാനുണ്ട്, വിജയുടെ ഒരു സിഗ്നേച്ചർ സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് സിംഗിങ്ങിനകത്താണ് ഞാൻ ചോദിക്കുന്നത്. എങ്ങനെയായിരിക്കും വിലയിരുത്തുന്നുണ്ടാവുക? അതിന്റെ എന്റെ ലാസ്റ്റ് നെയിമിന്റെ ഒരു ഭാഗം എന്തായാലും അതിലുണ്ട്. സിഗ്നേച്ചർ സ്റ്റൈൽ എന്നുള്ളതിനെ പറ്റി പറയുകയാണെങ്കിൽ ഐ തിങ്ക് ജസ്റ്റ് മൈ ഫ്രീ സ്പിരിറ്റ് ആസ് ടു ഞാനായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്ന ഒരു ലൈക്ക് സർട്ടൻ ഇമോഷൻസ് ആൻഡ് വാട്ട് നോട്ട് ഇസ് നോട്ട് ദ സെയിം. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ എക്സ്പീരിയൻസസ് ദാറ്റ് യു കം ത്രൂ ആൻഡ് ഓരോ പാട്ടിന് യു പുട്ട് ദാറ്റ് ഇൻ ടു ഇറ്റ്, റൈറ്റ്? ഐ തിങ്ക് അത് മാത്രമേ ഉള്ളൂ. ഐ തിങ്ക് എൻ്റെ സിഗ്നേച്ചർ എന്ന് പറയാൻ അങ്ങനെ ഐ തിങ്ക് മൈ ഇമോഷൻ ഇസ് മൈ സിഗ്നേച്ചർ. നമ്മുടെ പ്രിയപ്പെട്ട വ്യൂവേഴ്സ് വിജയെ കിട്ടിക്കഴിഞ്ഞിട്ട് എന്തുകൊണ്ട് പാടിച്ചില്ല എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ നമുക്കിവിടെ 2 പേര് എന്തെങ്കിലും ഒരു സിഗ്നേച്ചർ സ്റ്റേറ്റ്മെന്റ് ആയി മാറിയ ഒരു പാട്ട് മനസ്സിൽ വരികയാണെങ്കിൽ എന്ത് പാടും? ഐ തിങ്ക് എല്ലാവർക്കും മലരേ നിന്നെ കാണാതിരുന്നാൽ മിഴിവേകിയ നിറമെല്ലാം മായുന്ന പോലെ എന്നുള്ള സോങ് ആയിരിക്കും മിക്കവാറും പറയുന്നത്. ഗ്രേറ്റ്. അപ്പോൾ ഇന്ന് എന്താ എക്സ്പെക്ട് ചെയ്യുന്നത്? നമ്മൾ ഒരുപാട് പേരെ നോ എക്സ്പെക്ടേഷൻസ്. കുറേ പേരെ കാണാൻ അവരുമായിട്ടൊക്കെ ഒന്ന് ഇരുന്ന് തമാശയൊക്കെ പറഞ്ഞ് ചിരിച്ച് എൻജോയ് ചെയ്ത് മാത്രമേ ഉള്ളൂ. അടിപൊളി. താങ്ക് യു സോ മച്ച് വിജയ്. താങ്ക് യു. നെക്സ്റ്റ് ഐഫ ഉത്സവം 2024 നമ്മുടെ സൂപ്പർ സ്റ്റാർ ടൊവിനോ സാർ ഉണ്ട്. സാർ ഭയങ്കര വലിയ ഫാനാണ് സാർ. എന്റെ അമ്മ അങ്ങനെയൊന്നും പറയല്ലേ. അതെ സാർ, അത് ഞാൻ ചെന്നൈയിലാണ്. അവിടെ എല്ലാം ഭയങ്കര ഫാൻസ് ആണ് സാറിന്. അതെ. സോ സാർ, ഐഫ ഉത്സവത്തിന് ഇന്ന് നൈറ്റ് വാട്ട് ആർ യു ലുക്കിംഗ് ഫോർവേഡ് ടു സാർ? അല്ല, അത് ഇവിടെ ഈ ഡിഫറെന്റ് ഇൻഡസ്ട്രീസ് എന്നുള്ള ഇപ്പോൾ നമ്മുടെ ഫോറിൻ ഇൻഡസ്ട്രീസ് എന്നുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരെയൊക്കെ കാണാം. ഇങ്ങനെയുള്ള ഫംഗ്ഷൻസിലാണ് അവരെയൊക്കെ കാണാൻ പറ്റുന്നത്. സോ ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു ഇറ്റ്. സോ അപ്കമിങ് പ്രോജക്ട്സ് എന്തെങ്കിലും? ഇപ്പോൾ കറന്റ് ഒരു സിനിമ 12th റിലീസായി, ARM എന്ന് പറഞ്ഞിട്ട്. നെക്സ്റ്റ് ഐഡന്റിറ്റി എന്ന് പറയുന്ന സിനിമയാണ്. തൃഷ മാം, വിനയ് റായ് സാറൊക്കെ എൻ്റെ പാട്ടാണ്. അതാണ് നെക്സ്റ്റ് റിലീസ് ഉണ്ടായിരിക്കുക. സോ സാറിൻ്റെ വീട് ഡെഫിനറ്റ്ലി സൂപ്പർ ആയിട്ടുണ്ടാവും. സോ സാറിൻ്റെ വീട്ടിൻ്റെ ഫേവറേറ്റ് സ്പേസ് അങ്ങനെ നോക്കിയാൽ സാർ ഏതാണ് പറയുന്നത്? എൻ്റെ വീട്ടുകാരുള്ള ഏത് സ്പേസും അടിപൊളിയാണ്. യു ആർ ദ ഫാമിലി മാൻ. ഞങ്ങളുടെ ഒരു ജോയിന്റ് ഫാമിലിയാണ്. ഞങ്ങളിപ്പോൾ ഫുൾ ഫാമിലി ഒരുമിച്ചാണ് താമസം. ഓ ഓക്കെ. താങ്ക് യു സർ. ഹാവ് എ ഗ്രേറ്റ് നൈറ്റ്.